ഇന്ന് നമുക്കൊരു അവിൽ മിൽക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് അവിൽ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ക്രിസ്പി ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പിന്നെ വേണ്ടുന്ന കപ്പലണ്ടിയാണ്. ഞാനൊരു 1/2 കപ്പ് കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത്. ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ ഓൾറെഡി വറുത്ത കപ്പലണ്ടിയാണെങ്കിൽ വീണ്ടും വറുക്കേണ്ട ആവശ്യമില്ല. ഇനി വേണ്ടുന്ന പഴമാണ്. ഞാൻ പാളയംകോടൻ പഴമാണ് എടുത്തേക്കുന്നത്. ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ച് ഈ പഴം ഒന്ന് ഉടച്ചെടുക്കുകയാണ്. മിക്സിയിലൊന്നും ഇട്ടടിക്കാതെ കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ ഒരു ഗ്ലാസ്സിലോട്ട് പഴം പഞ്ചസാര മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 ടേബിൾ സ്പൂൺ അവലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കപ്പലണ്ടിയും കുറച്ച് ആപ്പിളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആപ്പിൾ തികച്ചും ഓപ്ഷനിലാണ്. ആപ്പിൾ ചേർത്തതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ അവൽ വീണ്ടും ചേർക്കുകയാണ്. പഴത്തിൻ്റെ മിക്സും ചേർത്ത് കൊടുത്തിട്ട് തണുത്ത പാലാണ് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ചൂട് പാൽ ഒഴിച്ചാൽ അവലൊക്കെ അങ്ങോട്ട് സോഫ്റ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് കപ്പലണ്ടിയും കുറച്ച് ആപ്പിളും പിന്നെ കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.